കല്യാണമൊക്കെ കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത്. അളിയാ എന്നാലും ഒരു വല്ലാത്ത കല്യാണം തന്നെ. ഡേയ് ഓർമ്മിപ്പിക്കാതെ ഡേയ്. പക്ഷെ അടിയൊക്കെ ആയിരുന്നെങ്കിലും നല്ല വൈബായിരുന്നു. തന്നെ തന്നെ. എന്തായാലും ആ കലവറയിലെ അടിയിലെ നമ്മളെ മെമ്പർ ചെന്ന് കയറി കൊടുത്ത് ആമാര് തലങ്ങനെ വിലങ്ങനെ നീളം വലിച്ച് തന്നെ ഡേ. പാവം നമ്മളെ മെമ്പർ അവസ്ഥ എന്തായാന്തോ അളിയാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മെമ്പറിന് 100 ആയുസാണ്. ആണ്ട വരുന്നു മെമ്പറെ രക്ഷ കിട്ടിയാ? എന്തൊരു പറയാനടേ, ഇങ്ങനെയുണ്ടോ ഒരു കല്യാണം? എല്ലാവരും കൂടെ നീളം വലിച്ചില്ലേ? അതാണ്ട് എല്ലാ അളിയന്മാരും ഉണ്ടല്ല. മെമ്പറെ അയ്യോ അയ്യോ, ബഹുമാനമൊന്നും വേണ്ട, ഇരിക്കി. മെമ്പറെ വേറെ ഒന്നും വിചാരിക്കരുത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ആശുപത്രിയിലൊന്നും വരാത്തത്. അല്ല മെമ്പറെ ഇരിക്കണം, വയ്യാത്ത. ഓ ശരിയടേ. അയ്യോ ഇങ്ങോട്ട് നീങ്ങി ഇരിക്കുവാ, ഇതൊരു കെട്ടാ നാറ്റം. കല്യാണം കഴിഞ്ഞ് കുളിച്ചില്ലേ? നീ അഞ്ചാറ് ദിവസം ആശുപത്രി കിടന്നതിന്റെ വേദനയൊക്കെ കുറവുണ്ടല്ലേ? എല്ലാ വേദനയും കുറവുണ്ടേ. അടി എവിടെ നിന്നൊക്കെ കിട്ടിയ. മെമ്പറെ ഇതുവരെ കൊണ്ടുവന്നത് ഞാൻ, ഇപ്പൊ നിങ്ങൾ ജോയിന്റ് ആയ? ഒരു പൊടിക്ക് ക്ഷമിയടേ. അല്ല മെമ്പറ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിഷമം വരരുത്. ഈ കലവറയില് ആക്ച്വലി എന്താണ് സംഭവിച്ചത്? എന്റെ ദൈവമേ, ഓർമ്മിപ്പിക്കാതെ. നീങ്ങി ഇരിക്കാതെ പോവാ, കെട്ടാ നാറ്റം. കുളിക്കില്ലേടാ നിന്റെ മൂത്താളിയായി? ഒരു 1.5 അടിയായിരുന്നു. ഒരു രക്ഷയില്ല. അന്തരീക്ഷത്തിൽ കൂടെ ചോറും പപ്പടവും ഒക്കെ പറന്ന് ഏറി നടക്കണ മാത്രം ഓർമ്മ. അത് മാത്രമല്ല, പഴവും പറന്ന് നടക്കുകയായിരുന്നു. പഴോ? അതേത് പഴം? എന്റെ ഏറ്റവും ഇളയ. ഓ ഈ പഴമല്ല, മറ്റേ പഴം. മെമ്പർ അത് വിട്. ആക്ച്വലി കലവറയിൽ എന്താണ് പ്രശ്നം നടന്നത്? പറയാടേ. എടാ, ഞാൻ 3ാമത്തെ കളരിയിലാണ് ഉണ്ണാൻ കയറിയത്. എന്റെ മംഗലോത്തോണത്തെ ഏത് മാമിയുടെ പേരെന്താ? മംഗല്യ. മംഗല്യ. നമ്മളെ മംഗല്യ മാമി. ഇവിടെ അവരൊരു ചാക്കം കൊണ്ടുവന്ന് കളരിയിൽ ഇവിടെ ആളിരിക്കണം. അവരവിടുന്ന് പഴം എടുക്കണം, പപ്പടം എടുക്കണം, ഉപ്പേരി എടുക്കണം. എന്തൊരു വാരി കെട്ടടേ. അയ്യേ മംഗല്യ മാമി പരമാ കഷ്ടം. എടേ, ഒരു 10-500 വരെ പിന്നെ ഉണ്ണുണ്ട്. സദ്യ കൊടുക്കണ്ടേ വിളിച്ചവർക്കൊക്കെ? നാണം കേട്ട കേസ്. കഴിക്കാൻ വന്നവർക്ക് ആഹാരം കൊടുക്കണ്ടേ? ഇലയുടെ മുമ്പ് വന്നിട്ട് ആഹാരം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോരെ അടി തുടങ്ങാൻ? വേറെ കാരണം വല്ലതും വേണോ? ഇവിടെ എനിക്ക് ഈ സദ്യയിൽ പരിപ്പൊഴിച്ച പപ്പടം വേണോ നിർബന്ധം. ഞാൻ നോക്കിയോ പപ്പടം എന്റെ ഇലയിലില്ല. അടുത്തിരുന്നതിന്റെ ഒരുത്തന്റെ ഒരു പപ്പടം എടുത്തതും പൊടിച്ചതും ഓർമ്മയുണ്ട്. പിന്നെ നോക്കിയപ്പോ ചോറിന്റെ പാത്തി എടുത്ത് ഒരടി. അയ്യോ, എന്റെ ജീവൻ പോയിടെ. പിന്നെ ഓർമ്മ വീണത് ആശുപത്രിയിൽ.